ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇപ്പം ഹസ്ബൻഡിൻ്റെ കസിൻസ് എല്ലാം കൊല്ലത്തുനിന്ന് രാവിലെ 6 o'clock ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 o'clock ആകുമ്പോൾ ആലുവയിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് 3 വണ്ടികളിലായിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാലക്കാടേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെ ഊട്ടിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് യാത്ര പറയുമ്പോൾ എപ്പോഴും കരഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരികെ ഈ യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ആ ഒരു വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാലക്കാട് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ടെന്ന് വെച്ചാൽ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ മലമ്പുഴ ഗാർഡനിലേക്കാണ് പോയത്. പിന്നെ ഇവിടെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള മലമ്പുഴ അണക്കെട്ടുണ്ട്. പിന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക റോക്ക് ഗാർഡൻ ഉണ്ട്. പിന്നെ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ എന്ന് വെച്ചാൽ 60 അടി ഉയരത്തിലാണ് റോപ്പ് വേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റോപ്പ് വേയിലൂടെ തന്നെ നമുക്ക് ആ ഡാമിൻ്റെ ആ ഒരു ഭംഗിയും അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ കാനായി കുഞ്ഞിരാമൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ശില്പിയായിട്ടുള്ള മലമ്പുഴ യക്ഷി എന്ന് പറയുന്നത് ഈ ഒരു ഉദ്യാനത്തിലെ ആകർഷണമാണ് കേട്ടോ. അപ്പോൾ റോപ്പ് വേയിലൂടെ ഞാനെടുത്ത ആ ഒരു പിക്ചേഴ്സാണ് കേട്ടോ ഇതിപ്പം. പിന്നെ പാലക്കാട് ഞങ്ങൾ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതൊരു നീറ്റായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ റൂം എടുത്തില്ലായിരുന്നു. പിന്നെ റൂമിന് വേണ്ടി കുറേ നേരം ടൈമൊക്കെ പോയിട്ടോ. പിന്നെ പാലക്കാട് സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഊട്ടിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇവിടെ ജ്യൂസ് കുടിക്കാൻ നിർത്തിയാണ് മേട്ടപ്പാളയില്. അപ്പൊ നമുക്ക് കുടിച്ചിട്ട് ഞാൻ കുറേ 4 വട്ടം അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. 7 മണിക്കാണ് നമ്മൾ പാലക്കാടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിലാണ് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിത് 1 മണി ആയിട്ടുണ്ട്. പക്ഷെ മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. 1:30 ആയിട്ടുള്ളൂ അല്ലേ? പക്ഷെ നല്ലത് മഞ്ഞും. ഇപ്പൊ നമ്മൾ മൗണ്ടന്റെ മേളിലാണ് ഗൈസ് ഉള്ളത്. നല്ല തണുപ്പ്. 1:30 ആയിട്ടുള്ളൂ. നല്ല കോട മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും 1:30 ഇന്നലെ പാലക്കാടായിരുന്നപ്പോ എന്തായിരുന്നു റഫാൻ ക്ലൈമറ്റ്? നല്ല ചൂട്. നമ്മുടെ കസിനും വന്നിട്ടുണ്ട്. അവരുടെ വണ്ടി എവിടെയാ വരുന്നുണ്ടോ? അപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോയതിന് ശേഷം ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റൂം എന്ന് വെച്ചാൽ വില്ല അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബെഡ്റൂമും ഹോളും എല്ലാം കൂടി താഴെ വരുന്നുണ്ട്. പിന്നെ മേലെ 2 ബെഡ്റൂമാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും 4 ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 ഫാമിലിക്ക് കൂടി ഇപ്പോൾ ഒരു 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആണുങ്ങളെല്ലാം ഹോളിൽ കിടന്നോളാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളപ്പോൾ റൂം അങ്ങനെ ഷെയർ ആക്കുമായിരുന്നു കേട്ടോ. വെള്ളമാണ് ഫുള്ള് മഴ. പിന്നെ ലഗേജ് എല്ലാം അവിടെ വെച്ച് ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത്. തലശ്ശേരി നല്ല തണുപ്പല്ലേ? സമയം എത്രയും സമയം 4 മണി ആവാൻ പോകുന്നതേ ഉള്ളൂ. 4 o'clock. തണുപ്പ് എങ്ങനെയുണ്ട്? റഫാനാണ് ഏറ്റവും കൂടുതൽ തണുക്കുന്നത്. ഇല്ല, എ സിയുടെ ആവശ്യമില്ലല്ലോ ഇവിടെ. ഇതിപ്പോൾ തലശ്ശേരിയുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. അപ്പം ഞങ്ങളിതാ തലശ്ശേരി ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ
പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലേക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഹസ്ബൻഡും കസിൻസും എല്ലാം കൂടി അവർക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് തോന്നിട്ട് അങ്ങോട്ട് പോയായിരുന്നു. കാരണം കുക്കിംഗ് എല്ലാം സെൽഫായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബില്ല് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞങ്ങളിപ്പോൾ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം 9 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു ടൈം ശരിക്കും അങ്ങനെ കളയാൻ പറ്റി കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്കാണ് ചെന്നത്. പക്ഷേ നമ്മൾ വന്നിട്ട് വോൾട്ടേജ് ഇല്ല, പക്ഷെ നല്ല ഹോട്ടലാണ്, എല്ലാം നല്ലതാണ്, കംഫർട്ടബിൾ ആണ്. സ്പേസ് ഉണ്ട്. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് നല്ല തണുപ്പാണ്. ഇപ്പൊ എല്ലാവരും സെൻട്രലിലെ മേടിച്ചു ബാർബിക്യൂ ചെയ്യുന്നു. ഇന്നിപ്പോൾ കുക്കിംഗ് എല്ലാം ആണുങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ സലാഡ് എന്തോ ശരിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെന്താ ബാർബിക്യൂ ആണ് ചെയ്യുന്നത്. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടല്ലോ, അത് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി വീട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ബാഡ് സ്മെല്ല് പോലെ ആയതുകൊണ്ട് ബ്രെഡാണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇതാ കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി ഡംസ് കളിച്ചു. പിന്നെ അവിടെ കുട്ടികളും ആണുങ്ങളൊക്കെ അവിടെ നല്ല പാട്ട് വെച്ചുള്ള ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ക്ഷീണിച്ച് നല്ലോണം കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ പാലക്കാടിലെ ചൂടൊക്കെ കണ്ടപ്പോൾ ഊട്ടിയിൽ ഇത്ര തണുപ്പുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടെ വന്നതിന് ശേഷമാണ് സെറ്ററും സോക്സും ക്യാപ്പും എല്ലാം വാങ്ങിച്ചത് കേട്ടോ. അത്രയ്ക്കും തണുപ്പായിരുന്നു. പിന്നെ കുട്ടികളെയൊക്കെ നേരത്തെ തന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പിന്നെ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പോയത് മുതുമല എന്ന സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയാണ് ഇവിടെ പായിക്കര ലേക്കുണ്ട്. ആ ലേക്കിനോട് ചേർന്നിട്ട് ചെറിയൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊക്കെ ഒരു ഏരിയ ഉണ്ട്. അവിടെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനാണ് പോയത്. ഈ ബോട്ടിംഗ് വെച്ചാൽ സ്പീഡ് ബോട്ട് 5 പേർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലെന്ന് വെച്ചാൽ 10 പേര് ഇൻക്ലൂഡ് ആവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് പായിക്കര ലേക്കാണ്. ഇതിനോട് ചേർന്ന് പിന്നെ ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ഒരു പീക്ക് ഏരിയയിലാട്ടോ കേട്ടോ. പിന്നെ ഇവിടെ കാണാനായിട്ട് ദോഡാബേട്ട എന്ന് പറഞ്ഞ ഒരു പീക്കുണ്ട്. പിന്നെ അതല്ലാതെ മുതുമല ടൈഗർ റിസർവ് അതുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു വഴിയിൽ കാണാനുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചോട്ടോ. കാരണം അപ്പോഴേക്കും മഴയെല്ലാം പെയ്തു. പിന്നെ ഞങ്ങളൊരു 2 മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടു. കാരണം ആ ഒരു പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ട് CM എല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലോക്കെല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തണ്ടർവേഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള യാത്രയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല ബ്ലോക്കിൽ പെട്ടു. മറ്റ് 2 വണ്ടികളും പക്ഷേ ബ്ലോക്കില്ലാതെ അവിടെ എത്തിപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം ഭയങ്കര ട്രാജഡി ആയി മാറി കേട്ടോ. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് പേർക്ക് ലൂസ് മോഷൻ പോലെയൊക്കെ ആയി. പക്ഷേ ഫുഡ് പോയ്സൺ വരാൻ വേണ്ടി ഞങ്ങളിപ്പം അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡെല്ലാമാണ് കൊണ്ടുവന്നത്. പക്ഷേ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇളയ മോനാണെങ്കിൽ മാങ്ങ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിക്കാത്തവർക്കും ഈ ഒരു ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു വിഷമം വന്നു കേട്ടോ. കാരണം മോനിങ്ങനെ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ബോധക്ഷയം പോലെ കാണിച്ചു. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് അവർ ടാബ്ലറ്റ് തന്നു. പിന്നെ ഈ ഒരു ബോട്ടാനിക്കൽ ഗാർഡനിൽ വന്ന് കയറിയപ്പം ഇളയ ആൾക്കെന്ന് വെച്ചാൽ സ്മെല്ല് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡും മോനും കൂടി വണ്ടിയിലിരുന്നു. പിന്നെ ഞാനും 2ാമത്തെ മോനും കൂടി ഈ ഒരു ബോട്ടാനിക്കൽ ഗാർഡനിൽ കയറി. പിന്നെ മൂത്ത മോൻ എന്ന് വെച്ചാൽ ആ കസിൻസിൻ്റെ ഒക്കെ ഒപ്പം ആയിപ്പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് ആയ പോലെ ആയിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇവിടെ ഇപ്പോൾ 127ാമത്തെ ഫ്ലവർ ഷോ ആണ് കേട്ടോ നടക്കുന്നത് ഊട്ടിയിൽ. അതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയത് CM സ്റ്റാലിനായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. പക്ഷേ എനിക്കൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ഒരു ടൈമിലൊക്കെ 2ാമത്തെ മോനും ലൂസ് മോഷൻ പോലെ വരുന്നു. പിന്നെ അവനെ കൊണ്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് ഓടുന്നു. അങ്ങനെയുള്ളൊരു ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു യാത്ര എന്തായാലും ട്രാജഡിയിൽ അവസാനിച്ചു. ചില യാത്രകളുണ്ടല്ലോ, നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ പോകുന്ന യാത്രകൾ അവസാനിക്കുന്ന സങ്കടത്തിലായിരിക്കും. അതുപോലെ ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. 2ാമത്തെ മോന് സുഖമില്ലാതായപ്പോൾ പിന്നെ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ തിരിച്ച് ആലുവയിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്: എത്രാമത്തെ ഫ്ലവർ ഷോയാണ് ഊട്ടിയിൽ നടന്നത്? പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? റോക്ക് ഗാർഡൻ പണി കഴിപ്പിച്ചത് ആരാണ്?
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ലൈക്കും ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.